പ്രസ്റ്റീജ് വെക്ട്ര എന്ന് പറഞ്ഞാൽ പുതിയ മോഡൽ ഗ്യാസ് അടുപ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഈ സെയിം വീഡിയോ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. പക്ഷേ അതിനകത്ത് മ്യൂസിക്കിൻ്റെ ഇത് വന്നതുകൊണ്ട് കോപ്പിറൈറ്റ് വന്നിട്ട് മ്യൂസിക് കളഞ്ഞപ്പോൾ വോയിസ് പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ഗ്യാസ് അടുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കാണുമ്പോൾ സ്റ്റാൻഡ് ഭയങ്കര കുഞ്ഞാന്ന് തോന്നിയാലും നല്ല സപ്പോർട്ടിങ്ങും നല്ല ബലമൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡാണ്. അതിന് ഇവിടെ താഴ്ഭാഗത്തോട്ട് തന്നെ ഒരു ലോക്ക് ഉണ്ട്. നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ലോക്കിൽ വീണോളൂ കേട്ടോ. മറ്റ് ഗ്യാസ് അടുപ്പുകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഇത് തോന്നിയതും ഇതിനോടൊരു ഇഷ്ടം തോന്നിയതും ഈ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെ കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ 3 ബർണറിൻ്റെയും 2 ബർണറിൻ്റെയും 4 ബർണറിൻ്റെയാണ് അടുപ്പുള്ളത്. ബർണറിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം വരും. പിന്നെ ഇതിൻ്റെ ഫസ്റ്റത്തെ അടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കാണുന്ന അടുപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്, വലിയ പാത്രങ്ങളൊക്കെ വയ്ക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് സ്ക്വയറാണ്. സ്ക്വയർ ഷേപ്പ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത്. പക്ഷേ സ്ക്വയറിൻ്റെ എന്ത് സാധനമായാലും ക്ലീനിങ് കുറച്ച് പാടാണ് കേട്ടോ റൗണ്ടിനേക്കാളും. പിന്നെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ബർണർ ജംബോ ബർണർ എന്ന് പറഞ്ഞിട്ടുള്ള ബർണർ ആയതുകൊണ്ട് തന്നെ നല്ല തീയും നല്ല ചൂടും, എന്നാൽ കരിയൊന്നുമില്ല കേട്ടോ. കരിയുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പെട്ടെന്ന് കരിയുന്ന ഒരിത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പിനുണ്ട്. എത്ര കുറച്ചിട്ടാലും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ അടുപ്പ്, അതാണ് ഏറ്റവും ചെറുത് നടുക്കായിട്ട് കാണുന്നത്. ഈ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് മീനൊക്കെ ചെറിയ തീയിലിട്ട് വറുത്തെടുക്കാനും കുറഞ്ഞ തീയിലിട്ട് തോരനൊക്കെ ആക്കിയെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം വരുന്നത് ഗ്ലോസി ടൈപ്പ് സ്റ്റീലുള്ള ഒരു മാറ്റ് ഫിനിഷ് ലുക്കിലാണ് കേട്ടോ വരുന്നത്. പിന്നെ മൂന്നാമത്തെ അടുപ്പ്, അതാണ് രണ്ടാമത്തെ സൈസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒന്നാമത്തെ അടുപ്പുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചൂടും കാര്യങ്ങളും ഇപ്പോൾ ചോറൊക്കെ അടുപ്പത്ത് വയ്ക്കാനാണെങ്കിലും അത് ആ ഒന്നാമത്തെ അടുപ്പ് ഈ മൂന്നാമത്തെ അടുപ്പും തമ്മിൽ ഏകദേശം ഒരുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഗ്യാസ് അടുപ്പ് മൊത്തത്തിൽ കാണാൻ നല്ല അടിപൊളിയാണ്. ഒരു പുതിയ മോഡലാണ്. കടകളിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ, നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയാണ്ട്. പിന്നെ ഇതിന് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, കാണുമ്പോൾ ഈ സ്വിച്ചുകൾ ഒരെണ്ണം നല്ല നേരെയാണ്, ബാക്കി 2 ചെരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ സ്വിച്ചിൻ്റെ കാര്യത്തിൽ വർക്കിങ്ങും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഊരി അതിൻ്റെ സ്ക്രൂ ഒക്കെ ഒന്ന് അഴച്ചിട്ട് ഇങ്ങനെ നേരെ വെച്ച് നോക്കിയെങ്കിലും തൊടുമ്പോൾ വീണ്ടും അതിങ്ങനെ ചെരിഞ്ഞ് തന്നെ പോകും കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയതിൽ വന്ന ഒരു മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. പക്ഷേ ഇനി നമുക്ക് കിട്ടിയ അടുപ്പിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നമൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിക്കുന്ന കാര്യത്തിൽ ഇത് നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് വേണം കത്തിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ലൈറ്റർ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ലൈറ്ററാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സ്മൂത്താണ്. പിന്നെ അതുപോലെ തന്നെ പേപ്പർ, മെഴുകുതിരി ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റർ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പ്രസ്റ്റീജിൻ്റെ കമ്പനിയുടെ തന്നെ നല്ല അടിപൊളി ഒരു ലൈറ്ററും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് നല്ല സ്മൂത്താണ് കേട്ടോ. പക്ഷേ വലിയ ചിരുവൊക്കെ പോലത്തെ പാത്രങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ലൈറ്ററുകൾ ഉപയോഗിക്കാൻ പാടില്ലേ. അപ്പോൾ ആ അവസരത്തിലൊക്കെ നമുക്ക് ആ ഇലക്ട്രിക്കിൻ്റെ ലൈറ്റർ നല്ല ഉപയോഗമാണ് കേട്ടോ. അത് കാരണം ഇതിങ്ങനെ വളയ്ക്കാനോ ഒടിക്കാനൊക്കെ പറ്റും, നല്ല നീളവും ഉണ്ട്. പിന്നെ ഇതിൻ്റെ തീൻ്റെ കാര്യത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഇപ്പോൾ 4 മാസത്തിന് ശേഷമുള്ള റിവ്യൂ ആയിട്ട് പറയുകയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമോ കാര്യങ്ങളോ കംപ്ലൈൻറ്റോ ഒന്നുമില്ല കേട്ടോ. ചില ഗ്യാസ് അടുപ്പൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഇങ്ങനെ സൗണ്ടോട് കൂടി ഇട്ടിട്ടോ എന്ന് പറഞ്ഞ് പൊട്ടണ സൗണ്ടോട് കൂടിയിട്ടൊക്കെ കത്തും. പക്ഷേ ഇതിന് ഇന്നുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ സ്വിച്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ വെപ്രാളപ്പെട്ടും പല ആളുകളും കൈകാര്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓടി വന്നിട്ട് ഒറ്റ തിരിക്കലൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ചിലപ്പോൾ ആ സ്വിച്ച് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മളിവിടെ ഈ അടുപ്പ് വച്ചിരിക്കുന്നത് മൾട്ടിവുഡിൻ്റെ പീസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് ഈ അടുപ്പിനെക്കുറിച്ച് ഒരു കംപ്ലയിൻറ്റ് എനിക്ക് പറയാനില്ല കേട്ടോ. ഞാൻ അതിൻ്റെ റിവ്യൂ കൂടെയാണ് പറയണത് കേട്ടോ. ഒന്നുകൂടെ പറയണത്, 4 മാസം കഴിഞ്ഞു നമ്മളിത് വാങ്ങിയിട്ട് കേട്ടോ. പിന്നെ ആരോ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ എന്താ വച്ചിരിക്കുന്നതെന്ന്. അത് മൾട്ടിവുഡിൻ്റെ പീസ് നമ്മൾ താഴെ ഈ 2 സൈഡിലും ഗമ്മ് വരുന്ന ടേപ്പ്, നാനോ വൈറ്റിൻ്റെ
ഈ മൾട്ടിവുഡിൻ്റെ എല്ലാ സൈഡിലും ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ നാനോ വൈറ്റ് കൗണ്ടറിലോട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ടാണ് ഗ്യാസ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ മൾട്ടിവുഡിൻ്റെ പീസിൽ തന്നെ പൈപ്പ് കണക്ഷൻ കടത്തി വിടാനുള്ള ഒരു ഹോളും കൂടെ കട്ട് ചെയ്ത് ആണ് കേട്ടോ ഇത് കൊണ്ടുവന്നത്. നാനോ വൈറ്റ് കട്ട് ചെയ്ത് ഇറക്കിയൊക്കെ വെച്ചിട്ട് പിന്നീട് ഗ്യാസ് അടുപ്പ് മാറ്റി വെക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് വരും. ഇതുപോലെ പീസൊക്കെ വെച്ചാലും അങ്ങനെ ബോറായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ടൊക്കെ നമ്മളെപ്പോഴും ചെയ്യുക. പിന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് 7,950 ആമസോണിലും ആ ഒരു റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന വാറണ്ടി കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്, കാറ്റലോഗ് ഉണ്ട്. അതിനകത്ത് കാണിച്ചിട്ടുണ്ട് 4 ബർണറും 3 ബർണർ, 2 ബർണർ. ഈ ഗ്യാസ് അടുപ്പിൻ്റെ പ്രത്യേകതകളായിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ക്ലീനിങ് സ്റ്റാൻഡ്, ഫ്രീ ആയിട്ട് ലൈറ്റർ, 3 വേ ഇൻലെറ്റ് ഉണ്ട്. പിന്നെ 360 ഡിഗ്രി ആംഗിളിൽ ഇതിൻ്റെ നോസിൽ തിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു എക്സ്ട്രാ ഒരു പാർട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നമ്മുടെ ഗ്യാസ് പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രസ്റ്റീജ് വെക്ടറയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. 4 മാസത്തിന് ശേഷമുള്ള ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഇതാ ഈ കാണാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഗ്യാസ് അടുപ്പിന് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല. ലുക്കിലാണെങ്കിലും ഈ ഗ്രില്ല് ഭാഗം ഇത്തിരി ഒന്ന് തുരുമ്പൊടിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയ തുമ്പ് വരുന്ന ഭാഗം, തീ കത്തുന്ന ഭാഗം, പിന്നെ ബർണറിന് കുറച്ചൊന്ന് നിറം വാങ്ങിയിട്ടുണ്ട്. വേറെ ഒരു ഭാഗത്തിന് ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ലുക്കിലോ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. മുൻപ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പ് കുച്ചിന എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉണ്ടോ. അപ്പോൾ ആ ഒരു ഗ്യാസ് അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ലുക്കാണ്. നമുക്ക് നാനോ വൈറ്റൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ ലൈറ്ററിൻ്റെ ആവശ്യമോ അങ്ങനെയൊന്നുമില്ല, കറണ്ടിലാണല്ലോ കത്തിക്കുന്നത്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഒരു ഉപയോഗം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയിടേണ്ടതും വരും, നല്ല റേറ്റും വരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ എന്താ പറയുക, അതിനോടുള്ളൊരു താല്പര്യം പോയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അടുപ്പ് രണ്ടാമത് വാങ്ങി വെച്ചത്. ഭക്ഷണം പെട്ടെന്നായി കിട്ടാനും നല്ലത് നമ്മുടെ ഈ സാധാ ബർണറിൻ്റെ ഗ്യാസ് അടുപ്പാണ് കേട്ടോ. അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ടപ്പോഴും പലരും വന്ന് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉറപ്പിച്ച് പറയണത്. പിന്നെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കിങ്ങനെ അടുപ്പിൽ നിന്ന് തിളച്ചിടുമ്പോഴൊന്നും ഒത്തിരി ഒന്നും ഇങ്ങനെ അടിയിലോട്ട് തിളച്ചിടില്ല കേട്ടോ. ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ടൊന്ന് ജസ്റ്റ് ചാടിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും അങ്ങനെ ചാടിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബർണറിനോട് ചേർന്ന് വരുന്ന ഭാഗം ഉണ്ടല്ലോ, സ്റ്റീലായിട്ട് വരുന്ന ഭാഗം, അത് നല്ല ചേർന്ന് തന്നെ ഇരിക്കണം. അതുകൊണ്ട് അങ്ങനെ വെള്ളം ഒലിച്ച് ചാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ ഗ്യാസ് അടുപ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ 4 മാസത്തിന് ശേഷമുള്ള റിവ്യൂ കൂടെയാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം. തിരുത്താനുള്ളത് തിരുത്തുകയൊക്കെ ചെയ്യണം കേട്ടോ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും.